പി.കെ. ശ്രീമതി ടീച്ചർക്കെതിരെ ജനൻ ടി.വി എന്ന സംഘപരിവാർ ചാനലും കർമ്മ ന്യൂസ് ഭാരത് ലൈവ് എന്ന സംഘപരിവാറിന്റെ മഞ്ഞ ചാനലുകളും ചേർന്ന് അനധികൃതമായി പി.കെ. കൃഷ്ണന്റെ പേരിൽ പെൻഷൻ വാങ്ങിയെടുത്തു എന്നത് വ്യാജ വാർത്തയെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, പി.കെ. കൃഷ്ണന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മറ്റൊരു പി.കെ. ശ്രീമതിയുടെ മകൻ തന്നെയാണ്. കേട്ടെ. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് പി.കെ. ശ്രീമതി എന്നായിരുന്നു. അച്ഛൻ എം.എൽ.എ ആയിരുന്നു. പക്ഷെ അമ്മ മരിച്ചത് 2020 ഫെബ്രുവരി 24 അമ്മ മരിച്ചു. അതിനുശേഷം ആരും പെൻഷൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വേണ്ട. പിന്നെ ശ്രീമതി ടീച്ചറെ പോലെ ആൾക്ക് ഈ പെൻഷൻ തട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന, ഏതൊരാൾക്കും മനസ്സിലാവുന്ന. അപ്പോൾ ഇത്തരം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് വളരെ മോശമായി. അതിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെക്ക് പേര് വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇങ്ങനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ കാര്യങ്ങളൊന്നുകൂടി പരിശോധിച്ചിട്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അറിവില്ലായ്മ ആണ്. കണ്ടില്ലേ, ഒരു മകൻ തന്നെ പറയുന്നു 2020 പി.കെ. ശ്രീമതി എന്ന തന്റെ അമ്മ മരണപ്പെട്ടു. അച്ഛൻ പി.കെ. കൃഷ്ണൻ എം.എൽ.എ ആയിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം മക്കളായിട്ടുള്ളവർ പോലും ആ പെൻഷൻ വാങ്ങിയിട്ടില്ല, അത് വേണ്ട എന്ന് എഴുതി കൊടുത്തു. അവിടെ ഒരു പി.കെ. ശ്രീമതി ഉണ്ടായിരുന്നു. ആ പി.കെ. ശ്രീമതിയെ ഇടതുപക്ഷത്തിന്റെ വനിതാ നേതാവ് ആയതുകൊണ്ട് ആ പി.കെ. ശ്രീമതിയാണെന്ന് കരുതിക്കൊണ്ട് ഇവർ ജനൻ ടി.വിയിലെ അനിൽ നമ്പ്യാരും കർമ്മ ന്യൂസ് ഭാരത് ലൈവ് എന്നീ മഞ്ഞ സംഘി ചാനലുകൾക്കകത്ത് ഇരുത്തിയിരിക്കുന്ന സംഘപരിവാറുകാരെ കൊണ്ട് വ്യാജ വാർത്ത സൃഷ്ടിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പരസ്യമായി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പൊട്ടിക്കരയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ എന്താണ് പി.കെ. ശ്രീമതി ടീച്ചർ ചെയ്യേണ്ടത്? നിയമ നടപടിക്കൊപ്പം നേരെ ജനൻ ടി.വിയുടെ ഓഫീസിലേക്ക് ചെല്ലുക, നമ്പ്യാരുടെ റൂമിലേക്ക് കയറി അവന്റെ കരണക്കുറ്റിക്ക് 2 എണ്ണം പൊട്ടിക്കുക. അതാണ് പി.കെ. ശ്രീമതി ടീച്ചർ ചെയ്യേണ്ടത്. അതുപോലെ കർമ്മ ന്യൂസിനകത്തും ഒപ്പം തന്നെ ഭാരത് ലൈവിനകത്ത് കയറി ഈ തെമ്മാടിത്തരം, അതായത് ഒരാൾ ചെയ്യാത്ത, മനസാവാച കർമ്മണ അറിയാത്ത ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിന്റെ മുന്നിൽ ആ വ്യക്തികളെ അപമാനിക്കാൻ, താറടിക്കാൻ വേണ്ടി ഗൂഢാലോചനയിലൂടെ സൃഷ്ടിച്ച് അതിനുശേഷം ഇവർ ഒരേ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമിലൂടെ അത് വാർത്ത എന്ന പേരിൽ പുറത്തേക്ക് വിട്ടതിന്റെ ഉദ്ദേശം ഇടതുപക്ഷ നേതാക്കന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അതിൽ വേറൊന്നും ചെയ്യാനില്ല. ടീച്ചർ അടിയന്തരമായി ചെയ്യേണ്ടത് നാളെ ജനൻ ടി.വിയുടെ ഓഫീസിൽ നിർബന്ധമായി പോകണം. അനിൽ നമ്പ്യാരുടെ ഓഫീസിൽ കയറി ചെരുപ്പൂരി കരണക്കുറ്റിക്ക് 2 എണ്ണം പൊട്ടിക്കണം. മേലാൽ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം അതാണ്. അതിനോടൊപ്പം തന്നെ കർമ്മ ന്യൂസിനകത്തും ഭാരത് ന്യൂസിനകത്തും ആരാണോ ഇത്തരം വാർത്തകൾ ചെയ്തത് അവർക്കെതിരെ ഇമാതിരി തെമ്മാടിത്തരത്തിന് നിയമ നടപടി മാത്രം ചെയ്താൽ പോരാ, അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. ആ കുടുംബം തന്നെ പറയുന്നു പി.കെ. ശ്രീമതി ടീച്ചർ എന്നത് ഇടതുപക്ഷ നേതാവല്ല, എൻ്റെ അമ്മയായിട്ടുള്ള മറ്റൊരു പി.കെ. ശ്രീമതിയാണെന്ന്. ഒരു പി.കെ. ശ്രീമതി എന്ന പേര് കേട്ടപ്പോൾ നേരത്തെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇ.ഡി മറ്റൊരു വനിതാ അക്കൗണ്ടന്റിനെ കിട്ടിയപ്പോൾ ഇതുപോലെ തന്നെ അത് കള്ളപ്പണം കടത്താൻ ഉപയോഗിച്ച അക്കൗണ്ട് എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ നേതാവിന്റെ ബന്ധു എന്ന പേരിൽ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് അത് മറ്റൊരാളാണെന്ന് തെളിഞ്ഞു. അതുപോലെ തന്നെ സംഘപരിവാറിന്റെ മറ്റൊരു നുണ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ വാർത്ത, ഇതിനോടൊന്നും കരയുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ നിയമ നടപടികൾ സ്വീകരിക്കുക മാത്രം ചെയ്താൽ ഈ അലവലാതിത്തരവും ഈ തെമ്മാടിത്തരവും നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അനിൽ നമ്പ്യാരുടെ മുന്നിലേക്ക് പോവുകയാണ് ആർജവത്തോടെ പി.കെ. ശ്രീമതി ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ, കടവായിലെ 2 പല്ലങ്ങ് പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ ചെയ്യുന്ന ഉള്ളിലെ ഇടതുവിരോധം കൊണ്ട് ചെയ്യുന്ന ഈ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം അവിടെ അവസാനിക്കും. അത് ചെയ്യുന്നിടത്ത് മാത്രമേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകൂ. അതുകൊണ്ട് ഇതിനെതിരെ പൊട്ടിക്കരയുകയല്ല, നിയമ നടപടിക്കൊപ്പം ഇമാതിരി ചില ഒറ്റമൂലി കൂടി ശ്രീമതി ടീച്ചർ ചെയ്യേണ്ടതുണ്ട്. കാര്യം ഒരു വനിത എന്നുകൂടി പരിഗണിക്കാതെ ചെയ്ത തെമ്മാടിത്തമാണ്. അതിനൊന്നും ഒരു കോംപ്രമൈസും ചെയ്യേണ്ട കാര്യമില്ല.